Watch India's largest kids library only on Jio Hotstar. Download the app now. Hey, Dr. Chatka, good morning. How are you? Hey, Motu Patlu, how are you? Hello, sir. കസിതാറാം പറയൂ സുഖമാണോ പറയൂ 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 പറയൂ. അതെ, എനിക്ക് സുഖം തന്നെയാണ്. ചിങ്കം സാറിന് സുഖമാണോ? ന്യൂസ് പേപ്പർ ഒന്നും വായിക്കാനില്ലാന്നുണ്ടോ? പത്രത്തിൽ കള്ളന്മാരെ വാർത്തകളാണ് വരുന്നത്. എനിക്ക് പത്രം വായിക്കാനൊന്നും സമയമില്ല കസിതാറാം. രാവിലെ ഡ്യൂട്ടി, വൈകിട്ടും ഡ്യൂട്ടി. വീട്ടിലിരുന്ന് TV കാണാനുള്ള സമയം എനിക്ക് കിട്ടുന്നില്ല, പത്രം വായിക്കാനുള്ള സമയം എനിക്ക് കിട്ടുന്നില്ല. ഓയ് ചിങ്കം സാറേ, ഞാൻ നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു ന്യൂസ് ടാബ് തരാം. ദിവസം തോറുമുള്ള ന്യൂസ് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അത് വളരെ സിമ്പിളുമാണ്. ഇത് കയ്യിലെടുത്തോണ്ട് എങ്ങോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഇതാ, ഇതില് ടൈം സെറ്റ് ചെയ്തേക്കൂ. കൃത്യം 10 മണി 10 മിനിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കേ ചിങ്കം സാറേ, ഇപ്പൊ 10 മണി ആയിട്ടേ ഉള്ളൂ. 10 മണി കഴിഞ്ഞ് 10 മിനിറ്റ് അല്ല. ഞാൻ എപ്പോഴും 10 മിനിറ്റ് ഫാസ്റ്റ് ആയിട്ടേ വെക്കാറുള്ളൂ. ഡ്യൂട്ടിക്ക് ലേറ്റ് ആവാൻ പാടില്ലല്ലോ. വരൂ, നമുക്ക് പുതിയ ന്യൂസ് എന്താണെന്ന് ഇതിനകത്ത് കാണാം. എന്റെ അമ്മോ, മേസാറിന്റെ വീട്ടിനകത്ത് കള്ളം കയറിയുന്നോ? മിക്കവാറും എന്റെ തൊപ്പി തെറിക്കുമല്ലോ. ഞാൻ പോട്ടെ, വേഗം പോട്ടെ. ഡോക്ടർ ജഡ്ക, താങ്ക് യു. ചിങ്കം സാറ്, ഞങ്ങളും കൂടെ വരാം. കള്ളനെ പിടിക്കാൻ ഞങ്ങളും നിങ്ങളെ സഹായിക്കാം. എന്റെ അമ്മോ, എന്തൊക്കെയാണ് കളവ് പോയത്? എപ്പോഴാണ് കള്ളൻ കടന്നത്? എന്തുകൊണ്ട് പോലീസിനെ വിവരം അറിയിച്ചില്ല? നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് കള്ളന്മാരെ പിടിക്കാൻ സാധിക്കും? നിങ്ങൾ പോലീസുകാരെ കുറ്റം പറയും. ഞങ്ങൾ ശരിക്കും പണിയെടുക്കുന്നില്ല. അത് സിംഗം സാർ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇവിടെ കള്ളനൊന്നും വന്നിട്ടേ ഇല്ല. എന്റെ അമ്മോ, എന്തായി പറയുന്നത്? ഞാൻ ഇപ്പോഴല്ല ന്യൂസ് വായിച്ചത്. ഏയ്, പോലീസ് ഞങ്ങളെ പിടിക്കാൻ വന്നിരിക്കുവാണോ? മോഷണം തടയാനാണോ ഉദ്ദേശം? നിങ്ങൾ അത്ര വലിയ ശക്തിമാനാണോ? ശരിയാ, ചിങ്കം സാറ് ശക്തിമാൻ തന്നെയാ. ഹലോ, എക്സ്ക്യൂസ് മീ. ഓ താങ്ക് യു താങ്ക് യു. അവരാരാ? കള്ളൻ, പിടിക്കൂ അവരെ. എന്റെ അമ്മോ, പോലീസ് പോലീസ്. നിങ്ങളല്ലേ പോലീസ്? പിന്നെ നിങ്ങൾ ആരെയാ കിടന്ന് വിളിക്കുന്നത്? ഇവിടെ വലിയൊരു മോഷണം നടന്നിരിക്കുന്നു. പെട്ടെന്ന് ചെന്ന് ഇൻസ്പെക്ടറെ സഹായിക്ക്. ചെല്ലു. താങ്ക് യു. വരും പത്ലു. എവിടേക്കാ ഓടുന്നേ? കള്ളന്മാര് ദേ പോകുന്നു. വാ, നമുക്ക് പിടിക്കാം. ഓ സോറി. ഇവരെ അടച്ച് സൂപ്പാക്കടാ. അത് ശരി, കളിച്ച് ഇപ്പൊ എന്നോടായ കളി. താങ്ക് യു മോട്ടു പത്ലു. നിങ്ങൾ കാരണം കള്ളനെ പിടിച്ച് സാധനങ്ങൾ തിരികെ കിട്ടി. ഏതായാലും ഞാൻ കൃത്യസമയത്ത് എത്തിയത് നന്നായി. അതുകൊണ്ട് ആ കള്ളന്മാരെ പിടിക്കാൻ സാധിച്ചു. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല. മേയറിന്റെ വീട്ടിൽ മോഷണം നടക്കാതെ എങ്ങനെ ഇതിനകത്ത് ന്യൂസ് വന്നു? ഇപ്പൊ വീണ്ടും നോക്കിക്കേ, എന്തെങ്കിലും ന്യൂസ് ഉണ്ടോന്ന്. എന്റെ അമ്മോ, ഫുർഫുറി ബാങ്കിൽ മോഷണം നടന്നിട്ടുണ്ടെന്ന്. നമുക്ക് ഇപ്പൊ തന്നെ പോകണം. കള്ളൻ രക്ഷപ്പെടാൻ പാടില്ല. Hey, hands up, hands up. ചിങ്കം സാർ, നിങ്ങൾ ബാങ്ക് കൊള്ളയടിക്കുകയാണോ? എന്തൊരു കലികാലം! പോലീസ് തന്നെ കള്ളനായോ? മിണ്ടാതിരിക്കൂ. ഞാൻ ബാങ്ക് മോഷ്ടിക്കാൻ വന്നതല്ല, ഞാൻ ആ കള്ളനെ പിടിക്കാൻ വന്നതാണ്. പറയൂ, ബാങ്കിൽ എത്ര പണം പോയിട്ടുണ്ട്? വേഗം പറയൂ. പക്ഷെ സാറേ, ഇവിടെ ഒരു കള്ളന്മാരും ഇല്ല. മോട്ടു, നീ പുറത്ത് പോയി ചെക്ക് ചെയ്യേ. അകത്തെ ലോക്കർ ഞാൻ ചെക്ക് ചെയ്തോളാം. വേണ്ട പത്ലു, നീ ഇവിടെ തന്നെ നിന്നോ. ഞാൻ പോയി ലോക്കർ ചെക്ക് ചെയ്തോളാം. ഇത് പോലീസിന്റെ പണിയാണ്. 50 രൂപയുടെ കുറവുണ്ടല്ലോ. എക്സ്ക്യൂസ് മീ, ഞങ്ങൾ ഇവിടെ കാശ് എണ്ണിക്കൊണ്ടിരിക്കുവാണ്. വെറുതെ ശല്യം ചെയ്യാതെ സ്ഥലം കാലിയാക്ക്. ചെല്ല്. ഓ സോറി, ഞാൻ പിന്നെ വന്നോളാം. ആരോടാ സോറി എന്ന് പറഞ്ഞേ? എന്റെ അമ്മോ, അതാ കള്ളൻ ജോണായിരുന്നു.
അവൻ ഈ തുരങ്കത്തിൽ കൂടെ പോയി കഴിഞ്ഞു. പോകാം, നമുക്ക് പുറത്തു പോയി പിടിക്കാം. നോക്കൂ മോട്ടു, ഞാൻ കാശ് കൊള്ളയടിച്ചിട്ടൊന്നുമില്ല. കാശ് അകത്തോണ്ട് ബാങ്ക് തുറന്നല്ലേ ഇരിക്കുന്നത്. ഞാൻ പഴയ പേപ്പറും ബോട്ടിലും ഒക്കെ ബിസിനസ് ചെയ്തോണ്ടിരിക്കുക. ഞാനും ഇനി നിന്നെ പോലെ സത്യസന്ധമായിട്ട് ജോലി ചെയ്യാൻ തീരുമാനിച്ചു. ഓഹോ, ഇത് വളരെ നന്നായി. ഓൾ ദി ബെസ്റ്റ്. ഇനിയെങ്കിലും ഒരു നല്ല മനുഷ്യനായി ജീവിക്കുക. എന്റെ മോട്ടു അവനോട് ഓൾ ദ ബെസ്റ്റ് പറയാതെ പിടിക്കാൻ നോക്ക്. അവൻ ബാങ്ക് കൊള്ളയടിച്ചിട്ട് ഓടാനുള്ള പരിപാടിയാ. അല്ലല്ല, അവൻ കള്ളനൊന്നും അല്ല. അവനിപ്പോ ആക്രി കച്ചവടമൊക്കെ തുടങ്ങിയിരിക്കുക. ഈ ജോൺ ഇപ്പൊ വളരെ നല്ലവനായി. എന്നെ കള്ളനെന്ന് വിളിച്ചോ? എന്നെ ഈ ഭാഗത്ത് തുറന്നു നോക്ക്. ഇതിൽ എന്താണത്? സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യൻ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. സ്റ്റോപ്പ്. മര്യാദക്ക് പറഞ്ഞു. ആ ബാഗ് എങ്ങനെയാണ് മാറിപ്പോയത്? പിന്നെ നമ്മൾ മോഷ്ടിക്കുന്നത് അവരെങ്ങനെയാണ് അറിഞ്ഞത്? നിങ്ങളിൽ ആരോ ഒറ്റിയിരിക്കുന്നു. സത്യം പറയണ, ആ ചിങ്കം എങ്ങനെയാണ് അവിടെ വന്നത്? നിങ്ങളിൽ ആരാണ് എനിക്കിട്ട് പണി തന്നത്? വേഗം പറയ്, ആരാ? ബോസ് ഞങ്ങൾ നിങ്ങളുടെ ഉപ്പ് തിന്നുന്നാറല്ലേ? ഉപ്പും കാശും തമ്മിൽ എന്താണ് സംബന്ധം? ഇതെന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നത്? ബോസ് അവര് പറയുന്നത് അങ്ങയുടെ ചോറ് ഞങ്ങൾ തിന്നവരാണെന്നാ. അങ്ങയോട് ഞങ്ങൾ എങ്ങനെയാ മര്യാദകൾ കാണിക്കുക? ഒരിക്കലും ചെയ്യില്ല. നിങ്ങൾ രണ്ടുപേരും ഒരു ഇൻഫർമേഷനും കൊടുത്തില്ലെങ്കിൽ പിന്നെയുള്ളത് ഈ ഞാനാ. എനിക്ക് ഞാൻ തന്നെ ദ്രോഹം ചെയ്യില്ലല്ലോ. ഞാനാണെങ്കിൽ എന്റെ ഉപ്പ് കഴിച്ചിട്ടുമില്ല. എനിക്ക് ഞാൻ തന്നെ എങ്ങനെയാണ് ദ്രോഹം ചെയ്യാ? ആദ്യം ഇതൊന്ന് കണ്ടുപിടിക്ക്. ചിങ്കത്തിന് ആരാ ഇൻഫർമേഷൻ കൊടുത്തതെന്ന് കണ്ടുപിടിക്ക്. ചിങ്കം സാറെ, നിങ്ങൾ ഇതിൽ 10 മിനിറ്റ് അധികം ഫാസ്റ്റ് ആയി വെച്ചത് കൊണ്ട് ഈ ടാബില് 10 മിനിറ്റ് മുമ്പ് എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ 10 മിനിറ്റ് മുമ്പ് സംഭവ സ്ഥലത്ത് പോയി നിൽക്കുന്നുമുണ്ട്. ഞാനിപ്പോ അതില് സമയം ശരിയാക്കാൻ പോവാ. എന്റെ പേര് കപാലിവാല എന്നാണ്. നിങ്ങൾ തരുന്ന പഴയ സാധനങ്ങൾക്ക് ഞാൻ പുതിയ സാധനം തരും. ഇലക്ട്രോണിക് സാധനങ്ങളാണെങ്കിലും തരും. നിങ്ങൾ എനിക്ക് ആ പഴയ ലാബ് തരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ലാപ്ടോപ്പ് തന്നെ തരും. എന്റെ മോൻ വീട്ടിലില്ലാത്ത സമയത്ത് അതെങ്ങനെയാ തരാൻ പറ്റാ? ഇത് നിങ്ങളുടെ മകന് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്ക്. ഇതുവരെ ഇഷ്ടമാകും. എന്നാ ശരി, ഇതാ പിടിച്ചോ. മമ്മി, എന്റെ ടാബ് ഇവിടെ വെച്ചിരുന്നു. എവിടെ പോയത്? അത് ആക്രിക്കാരന് കൊടുത്തിട്ട് ഞാൻ പുതിയ ലാപ്ടോപ്പ് വാങ്ങി. ഇതാ കണ്ടോ? ഇല്ല മമ്മി, നിങ്ങൾ എന്ത് പണിയെ കാണിച്ചത്? ആക്രിക്കാരൻ കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ചെറിയ സൈസ് ആയിരുന്നു. അവനോടൊപ്പം കൂടെ 2 പേരുണ്ടായിരുന്നു. അതെ എന്ത് പറ്റി? ഇനി എനിക്ക് എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ അറിയാൻ കഴിയൂ. ചിങ്കം ഇപ്പോൾ എവിടെയാണെന്നും മറ്റുള്ളവരൊക്കെ എവിടെയാണെന്നും ഇനി നമുക്ക് സമാധാനത്തോടെ മോഷ്ടിക്കാം. ബോസ് ഇതിൽ വേറെയും ന്യൂസ് കാണുന്നുണ്ടല്ലോ. ജോൺ ദ ഡോണിന് ഒരുപാട് തല്ലുകൊള്ളാൻ സാധ്യതയുണ്ടെന്ന്. ന്യൂസ് വേണമെങ്കിൽ വരട്ടെ. ചിങ്കത്തിന് ഇനി എന്നെ ട്രേസ് ചെയ്യാൻ കഴിയില്ല. ഇനി മുതൽ എന്റെ ഇഷ്ടത്തിന് ഞാൻ എവിടെ വേണമെങ്കിലും പോകും. ഞാനാണ് ജോൺ. ഞാൻ തന്നെയാണ് ഡോൺ. നിങ്ങൾക്ക് തല്ലുകൊള്ളേണ്ട സമയമായിരിക്കുന്നു. മര്യാദയ്ക്ക് ആ ടാബ് ഇങ്ങോട്ട് തന്നേക്ക്. ഇല്ല, ഞാനിത് നിനക്ക് തരില്ല. ബോസ് എനിക്കും 2 പഞ്ച് കിട്ടാൻ സാധ്യതയുണ്ട്. ബോട്ട് ടാബ് നിങ്ങക്ക് എന്താണെങ്കിലും കിട്ടും. പക്ഷെ ബോത്ത് ഇടിക്കൊണ്ടിരുത്തുവല്ലേ? ഇവിടെ ഇങ്ങോട്ടിട്. സോറി. ഇപ്പൊ ജോണിനെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നോക്ക്. അവന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ശിക്ഷ ഞാൻ കൊടുക്കാൻ പോകുന്നത്. മറക്കാൻ പറ്റാത്ത ശിക്ഷ ഇന്നാ പിടിച്ചോ.
എന്തൊരടിയായിരുന്നു ഇത്, എന്റെ തല കറങ്ങുന്നു. ആകാശത്ത് ഇത് വന്നയുടനെ നമുക്ക് മോഷ്ടിക്കാൻ തുടങ്ങാം. ആകാശം ഇവിടെയാണല്ലോ, ഇനി എവിടെ പോയാ മോഷ്ടിക്കേണ്ടത്? ഓ, ആ, 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 ഈ ടാബ് പൊട്ടിപ്പോയല്ലോ. ഇനി എനിക്ക് കള്ളന്മാരെ ന്യൂസ് എങ്ങനെ കിട്ടും? പറയൂ 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 പറയൂ. ചിങ്കം സാറെ, ഇതുവരെ കിട്ടിയ ഇൻഫർമേഷൻ തന്നെ വളരെ അധികമാ. ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് മുൻകൂട്ടി അറിഞ്ഞ യാതൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പൊ പോയിക്കോ. ഓയ് ബല്ലേ ബല്ലേ, ഓയ് ബല്ലേ ബല്ലേ, ടാബ് പൊട്ടിപ്പോയി. ഇനി ഞാൻ കൊള്ളയടിക്കുന്ന കാര്യം ഇവർക്ക് മനസ്സിലാവില്ല. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ബല്ലേ ബല്ലേ. Watch India's largest kids library only on Geo Hotstar. Download the app now.